ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്, ചവ്വരി പായസം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചവ്വരി പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 3-4 വട്ടം നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ഇത് 1 മണിക്കൂറോളം കുതിർത്ത് വെക്കണം. നന്നായി കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറോളം കുതിർത്ത് വെക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 മണിക്കൂർ കുതിർത്ത് വെച്ച ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് ഈ ചവ്വരി വേവിച്ചെടുക്കണം. ചവ്വരിക്ക് കുറച്ച് വേവുള്ളതിനാൽ ചവ്വരിയുടെ ഏത് വിഭവം ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ 1 മണിക്കൂർ കുതിർത്തതിന് ശേഷം വേണം ഉണ്ടാക്കാൻ. നമ്മുടെ ഈ ചവ്വരി വെള്ളയെല്ലാം പോയി കണ്ണാടി പോലെ വരും. അതുവരെ നമ്മളിത് വേവിച്ചെടുക്കണം. അങ്ങനെ ചവ്വരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. അത് നന്നായി തിളപ്പിച്ച് ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ ചവ്വരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാൽ ചവ്വരിയിലൊന്ന് പിടിക്കുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലിൽ കിടന്ന് ചവ്വരിയെല്ലാം നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര അലിയുന്നത് വരെ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും ഒന്നിച്ച് പൊടിച്ചെടുത്തതാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കഴിഞ്ഞ് പായസം കട്ടിയായി വരികയാണെങ്കിൽ കുറച്ച് പാൽ തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അവസാനമായി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. ഇതിനായി ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇതിൻ്റെ കൂടെ കുറച്ച് ബദാം കഷ്ണങ്ങളാക്കി നുറുക്കിയതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനുണ്ടാക്കിയ ഈ ചവ്വരി പായസം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. മുത്തുമണികൾ പോലെ കിടക്കുന്നതിനാൽ ഇത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.